അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളെ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രോഗങ്ങൾ. രോഗങ്ങൾ വരാത്തവരായി ആരുമില്ല. ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങളാൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനിതകമായിട്ടുള്ള രോഗങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്, ഒരിക്കലും ഇതുവരെ ചികിത്സ കണ്ടുപിടിക്കാത്ത, കാരണങ്ങളറിയാത്ത അസുഖങ്ങളുണ്ട്, പല രീതിയിലുള്ള രോഗങ്ങളുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗങ്ങൾ വലിയൊരു അനുഗ്രഹമായി മാറുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഖൈറും ഷർറുമായ എല്ലാ വിഷയങ്ങളും അവന് ഉപകാരപ്പെട്ടതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മോശമായ ഒന്നില്ല, എല്ലാം അവന് ഉപകാരമുണ്ടാകുന്ന സംഗതികളാണ്. ഒരു മുഅ്മിന് രോഗം വരുമ്പോൾ 5 രീതിയിലാണ് ആ മുഅ്മിന് ആ രോഗം ഗുണമുണ്ടാക്കുക. ആ 5 കാര്യങ്ങളാണ്, രോഗങ്ങൾ കൊണ്ടുള്ള 5 ഗുണങ്ങളാണ്, ആത്മീയമായ ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ഗുണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം കാരണം അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ മുസ്ലിമി യുസീബഹു അദം മിൻ മറദിൻ ഔ സിവാ. ഒരു മുസ്ലിമിന് രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടോ ബാധിക്കുകയില്ല. റസൂൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു മുസ്ലിമിന് രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടോ ബാധിക്കുകയേയില്ല. ഇല്ല ഹതല്ലാഹു ബിഹി സയ്യിആതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം കാരണം അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടല്ലാതെ, പൊഴിച്ചു കളഞ്ഞിട്ടല്ലാതെ. ഏതുപോലെയാണ് പൊഴിക്കുക? കമാ തഹത്ത അഷ്ജറത വറഖഹ. ഈ മരങ്ങൾ അതിൻ്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ അവനിൽ നിന്ന് അവൻ്റെ പാപങ്ങൾ പൊഴിച്ചിട്ടല്ലാതെ ഒരു മുസ്ലിമിന് ഒരു രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. നമ്മൾ കണ്ടിട്ടില്ലേ, മരങ്ങൾ ശൈത്യകാലമാകുമ്പോൾ ആ ശൈത്യത്തിൻ്റെ തണുപ്പ് എത്രമാത്രം കഠിനമാണോ അത്രമാത്രം മരങ്ങൾ അതിൻ്റെ ഇലകൾ പൊഴിക്കും. ചില മരങ്ങളൊക്കെ ചില്ലകളിൽ ഒരു ഇല പോലും ബാക്കിയാവാത്ത രൂപത്തിൽ എല്ലാ ഇലകളും പൊഴിച്ച് കേവലം കമ്പുകളും മരത്തടിയും മാത്രമായി മാറും. രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് ചെയ്തു പോയ പാപങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി പാപമുക്തനായി ഒരു ഇല പോലും ഇല്ലാത്ത മരം പോലെ, ഒരു പാപം പോലും ഇല്ലാത്ത മനുഷ്യനായി രോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ മാറ്റിയെടുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉമ്മു സിയാബ് റളിയല്ലാഹു അൻഹ പനിച്ചു കിടക്കുന്ന സമയം റസൂലുള്ളാഹി, പ്രശസ്തയായ സ്വഹാബി വനിതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിക്കാൻ പോയി. റസൂൽ ചോദിച്ചു, മാലക്കിയ ഉമ്മു സിയാബ്, എന്തുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഉമ്മു സിയാബ് പറഞ്ഞു, റസൂലെ വല്ലാത്ത പനിയാണ്, ലഅനഹുല്ലാഹ്, അല്ലാഹു അതിനെ ശപിക്കട്ടെ, എന്തൊരു ഇടങ്ങേറാണ് ഈ പനി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, ശപിക്കരുത്, പനിയെ ശപിക്കരുത്. കാരണം ആദമിന്റെ സന്തതികളിൽ നിന്ന് പാപങ്ങളെ ഇരുമ്പിൽ നിന്ന് തുരുമ്പ് എപ്രകാരമാണോ അഗ്നി എടുത്തു കളയുന്നത്, അതുപോലെ പനി ആദമിന്റെ സന്തതികളിൽ നിന്ന് തെറ്റുകളെയും പാപങ്ങളെയും ശുദ്ധീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പനിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ കേട്ടാൽ നമ്മൾ പനി വന്നാൽ സന്തോഷിക്കും, നമ്മൾ രോഗം വന്നാൽ സന്തോഷിക്കും. അത്രമാത്രം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി പനിച്ചടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിന്റെ അടുത്ത് പോയി, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിച്ചോ, നന്നായിട്ട് സന്തോഷിച്ചോ. എന്താ കാരണം? ഈ പനി എന്ന് പറയുന്നത് നരകത്തിലെ ശിക്ഷയിലെ ഒരു ശിക്ഷയാണ്. ആ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഈ ദുനിയാവിൽ പനി തന്നത്. മുഅ്മിനുകൾക്ക് പനി വരുന്നത് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാൻ. ഉമ്മു ഉലാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു സഹാബ വനിതയാണ്, ആദാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മരീദ്. ഞാൻ രോഗിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നെ സന്ദർശിക്കാൻ വന്നു.
ഫഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, അബ്ശിരി, നീ സന്തോഷിക്കണം പെണ്ണെ, നീ സന്തോഷിച്ചോ. ഫഇന്ന മറദൽ മുസ്ലിം യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹ്, നിശ്ചയം മുസ്ലിമിന് വരുന്ന രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗങ്ങൾ കൊണ്ട് അവന്റെ പാപങ്ങളെ ശുദ്ധിയാക്കി കളയും. ഏതുപോലെ? കമാ തുദ്ഹിബുൻ നാറ ഖബസ അദ്ദഹബി വൽ ഫിദ്ദ, വെള്ളിയെയും സ്വർണ്ണത്തെയും എപ്രകാരമാണോ തീ ശുദ്ധിയാക്കുന്നത്, അപ്രകാരം മുഅ്മിന് വരുന്ന രോഗങ്ങൾ അവന്റെ പാപങ്ങളെ ശുദ്ധിയാക്കി കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ പഴയ സ്വർണ്ണൊക്കെ വിൽക്കാൻ കൊണ്ടുപോയാൽ ആ സ്വർണ്ണത്തിന്റെ പുറത്തുള്ള പൊടിയും അതുപോലെയുള്ള ചേറുകളൊക്കെ കളയുന്നതിന് വേണ്ടി സ്വർണ്ണത്തിന്റെ തൂക്കം കണക്കാക്കുക മില്ലി കണക്കിനാണ്. ഗ്രാമിനേക്കാൾ എത്രയോ ചെറുതാണ് മില്ലി. ആ കണക്കിനാണ് സ്വർണത്തിന്റെ തൂക്കം കണക്കാക്കുക. ആ തൂക്കത്തിൽ പോലും പൊടികളുടെ തൂക്കം പോലും പരിഗണിക്കപ്പെടുന്ന സ്വർണ്ണ കച്ചവടത്തിൽ ആ സ്വർണത്തിൽ നിന്നും പൂർണ്ണമായും ഒരു മില്ലി പോലും പൊടിയില്ലാത്ത രൂപത്തിൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് എന്താണ്? സ്വർണത്തെയും വെള്ളിയെയും അതിൽ ഒരു ചെറിയ ചേറ് പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു ചെറിയ മാലിന്യം പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു ചെറിയ പൊടി പോലും ഇല്ലാത്ത രീതിയിൽ എപ്രകാരമാണോ അഗ്നി അതിനെ രണ്ടിനെയും ശുദ്ധീകരിക്കുന്നത്, അപ്രകാരം മുസ്ലിമിന് വരുന്ന രോഗങ്ങൾ, മുസ്ലിമിന് വരുന്ന പ്രയാസങ്ങൾ അവനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാം, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗം, ഒരു മുസ്ലിമിന് ഒരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു മനപ്രയാസമോ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇടുക്കങ്ങളോ സംഭവിക്കുകയില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഇതൊന്നും ഒരു മുസ്ലിമിന് ഒരിക്കലും സംഭവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കാരുണ്യവാനാണ് പടച്ച തമ്പുരാൻ, എത്ര വലിയ ഔദാര്യമാനാണ് പടച്ച തമ്പുരാൻ. എന്നിട്ട് ഒന്നാമത്തെ ഗുണം അതാണ്, പാപമോചനം നൽകപ്പെടും. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം അകലും. ഒരു പനി വന്നു പോകുമ്പോൾ നരകത്തിൽ നമ്മൾ കുറേ ദൂരം പോയിട്ടുണ്ടാവും. ഒരു ജലദോഷം വന്നു പോകുമ്പോൾ നരകത്തിൽ നമ്മൾ കുറേ ദൂരം പോയിട്ടുണ്ടാവും. നമ്മുടെ പാപങ്ങൾ കുറേ പൊറുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഗുണം എന്താണ്? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, അവൻ സ്വർഗ്ഗപ്രവേശനം നൽകപ്പെടും. ഖുദ്സിയായ ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ പഠിപ്പിച്ച ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ ബതലൈതു അബ്ദി ബിഹബീബതൈൻ ഫസബർ ഔളതുഹു മിൻഹുൽ ജന്ന, എൻ്റെ അടിമയെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണം കൊണ്ട് ഇവിടെ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് രണ്ട് കണ്ണുകളാണ്. ഇദബ്തലൈതു ബിഹബീബതൈൻ, അവന്റെ രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ ഞാൻ അവനെ പരീക്ഷിച്ചാൽ, എന്നിട്ട് ഫസബർ, എന്നിട്ട് അവൻ ക്ഷമിക്കുകയും ചെയ്തു, അതിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. അവന് സ്വർഗം ഉറപ്പാണ്. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആ ഒരു അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നത് സ്വർഗം കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താ ഇബ്നു അബീ റബീ റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് സ്വർഗവാസിയായ ഒരു സ്ത്രീയെ കാണണോ? അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തോട് പറയാൻ, നിനക്ക് സ്വർഗവാസിയായ ഒരു സ്ത്രീയെ കാണണോ? അതെ, എനിക്ക് കാണണം. അതാ നോക്കൂ, ആ ഇംറഅത്തുൻ സൗദാ, ആ കറുത്ത പെണ്ണാണ് സ്വർഗവാസിയായ പെണ്ണ്. സ്വർഗത്തിൽ സ്വർഗവാസിയായ സ്ത്രീ ആ കറുത്ത പെണ്ണാണ്. എന്താണ് അതിന്റെ കാരണം? അവൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവളാണ്, ഞാൻ അപസ്മാരം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, സഹാബ വനിത പറഞ്ഞു, റസൂലേ, എങ്കിൽ അപസ്മാരമിളകി ഞാൻ വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകാറുണ്ട്, അതുകൊണ്ട് അതില്ലാതിരിക്കാൻ താങ്കൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പിന്നീട് അവർക്ക് ജീവിതകാലം മുഴുവൻ അപസ്മാരമിളകി അവർ വീണിരുന്നു, പക്ഷേ അവരുടെ ഔറത്ത് അവിടെയൊന്നും വെളിവായിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പെണ്ണാണത്. എന്താണ് കാരണം? ഒരു രോഗം സഹിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അൽ-ഇദമുൽ ജസാ മഅ ഇദമിൽ ബലാ, എത്രത്തോളം രോഗത്തിന്റെ കാഠിന്യം കൂടുന്നുവോ അത്രത്തോളം സ്വർഗത്തിലെ ദറജകൾ കൂടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വർഗത്തിലെ ചെറിയ ദറജയിൽ ചില ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ സ്വർഗത്തിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ്, പടച്ചോനെ, ദുനിയാവിൽ ഞങ്ങളുടെ ശരീരങ്ങളുടെ മാംസങ്ങൾക്കിടയിലൂടെ ഇരുമ്പിന്റെ കമ്പികൾ ഈർച്ചവാളുകൾ കൊണ്ട് മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ബാധിച്ചിരുന്നെങ്കിൽ, ഇന്ന് കാണുന്ന വലിയ വലിയ ദറജകളിൽ ഞങ്ങളും എത്തിപ്പെട്ടേനെ എന്ന് സ്വർഗവാസികളിൽ ചെറിയ ദറജയിൽ ഉള്ള ആളുകൾ പറയുമെന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിലൊരു സ്ഥാനം നിർണ്ണയിക്കും. നമ്മളിൽ ഒരാൾക്ക് സ്വർഗ്ഗത്തിലൊരു സ്ഥാനം നിർണ്ണയിക്കും. ഒരു പക്ഷേ ആ സ്ഥാനം ജന്നാത്തുൽ ഫിർദൗസ് ആയിരിക്കും, അല്ലെങ്കിൽ ജന്നാത്തുൻ നഈം ആയിരിക്കും, അല്ലെങ്കിൽ വലിയ സ്വർഗ്ഗത്തിലെ രാജാധികാരങ്ങളായിരിക്കും. പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ എത്തിപ്പെടില്ല. അവിടേക്ക് എത്താനുള്ള നിസ്കാരം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നോമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അമലുകളും സ്വദഖകളും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ആ സ്ഥാനത്തിന് അർഹനാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? രോഗങ്ങൾ കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും. എന്നിട്ട് അതിലൂടെ ആ മനുഷ്യന്റെ ആ ദറജയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ എത്തിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. രണ്ടാമത്തെ ഗുണം അതാണ്, സ്വർഗ്ഗപ്രവേശനം ലഭിക്കും. മൂന്നാമത്തെ ഗുണം എന്താണ്? മൂന്നാമത്തെ ഗുണം ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കും എന്നുള്ളതാണ്. ആത്മാർത്ഥമായി അപ്പം മാത്രമാണ് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുക. നമ്മൾ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിനെ വിളിക്കുക? ആവി ഇടുന്ന സമയത്ത് കൈയൊക്കെ മേലേക്ക് പൊട്ടിയിട്ട് അല്ലാഹ്, ഇതാണ് നമ്മളെ വിളി. ആ സമയത്താണ് നമ്മൾ അള്ളാഹിനെ വിളിക്കുക. ഒന്ന് ഞെളിയുമ്പോൾ, ഒന്ന് എഴുന്നേൽക്കുമ്പോൾ, കാലൊന്ന് തരിച്ചു കഴിഞ്ഞാൽ ആ വിളി തെറ്റാണെന്നല്ല, ആ വിളിക്കൊരു ആത്മാർത്ഥതയില്ല. നമ്മുടെ ഹൃദയവും നാവും തമ്മിൽ ആ വിളിയുടെ സമയത്ത് ഒരു ബന്ധമില്ല. എന്നാൽ ചില സമയത്ത് നമ്മുടെ വിളിക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും. എപ്പോഴെന്നറിയോ? കുറച്ച് തലവേദനയും പ്രയാസമൊക്കെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ചില ചെക്കപ്പുകളൊക്കെ എഴുതി തന്നു. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ നമ്മോട് പറയാണ്, നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറാണ്, നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അല്ലാഹു റബ്ബി എന്നൊരു വിളിയുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടെന്ന് വരുന്ന വിളി. അത് ഹൃദയത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനെ നമ്മൾ വിളിക്കും. കഴിഞ്ഞ മാസം വരെ ഇഷ്ടമുള്ള ഭക്ഷണം യഥേഷ്ടം ഭക്ഷിച്ച നമ്മൾ പെട്ടെന്ന് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു. വിശപ്പ് കൊണ്ട് വയറിങ്ങനെ കത്തിയിരിക്കുന്നുണ്ട്. ഒരു ഉരുള ചോറ് പോലും കഴിക്കാൻ കഴിയാതെ വേദനിച്ച് നമ്മൾ പിടയുമ്പോൾ ഹൃദയം തട്ടി നമ്മൾ വിളിക്കും, യാ അല്ലാഹ്. ഹൃദയം തട്ടി വിളിക്കും. ആ വിളിക്ക് ഹൃദയത്തിന്റെ ആ സമയം നമ്മുടെ നാവും ഹൃദയവും തമ്മിൽ ബന്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നമ്മൾ ആത്മാർത്ഥമായി ഓർക്കും. ഈ കൂട്ടത്തിൽ കൃത്യമായി 5 വഖത്ത് ജമാഅത്തിനെത്തുന്ന എത്ര ആളുകൾ ഉണ്ടാകും? 15-20%. എന്നാൽ നമുക്കൊരു ക്യാൻസർ പിടിപെട്ട്, മാരകമായ രോഗം പിടിപെട്ട്, വൈദ്യശാസ്ത്രം 1 മാസമോ 2 മാസമോ നമുക്ക് കാലാവധി തന്നു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ഈ പള്ളിയിലെത്തും. ഇപ്പൊ നമുക്ക് പള്ളിയിൽ ജമാഅത്തിന് വരാതിരിക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാവും. അന്ന് ഒരു കാരണം പോലും നമുക്കുണ്ടാവില്ല. ആ കാരണങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ അള്ളാന്റെ അടുത്തേക്ക് വരും, പടച്ചോന്റെ അടുത്തേക്ക് വരും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാന ലിജംബിഹി ഖാഇദൻ ഔ ഖായിമാ. മനുഷ്യനൊരു ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ അവൻ കിടന്നുകൊണ്ട്, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട് അല്ലാ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഫലമാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ. അവന്റെ ബുദ്ധിമുട്ട് ഞാൻ മാറ്റിക്കൊടുത്താലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവന് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിളി അവൻ നടത്തിയിട്ടുണ്ട് എന്നതുപോലും, അങ്ങനെ ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിൽ അവൻ തിരിഞ്ഞു നടക്കും. പഴയ ജീവിതത്തിലേക്ക് പോകും, അള്ളാഹനെ മറന്നിട്ട് ജീവിക്കും. രോഗം വരുന്ന സമയത്ത് അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ പുതിയൊരു അക്കൗണ്ട് നമ്മൾ തുറക്കും. അതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നാലാമത്തെ ഗുണമെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്താണ്, അത് എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, 2 കാലിൽ സുന്ദരമായി നടന്നിരുന്ന മനുഷ്യൻ ഒരു ആക്സിഡന്റ് സംഭവിച്ച് 2 കാലും നഷ്ടപ്പെട്ട്, ആ 2 കാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറേ നാള് ആ കാലുള്ളതുപോലെ അവിടെ ഫീൽ ചെയ്യുന്നതാണ്. ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആളുകൾ ഈ കാലൊക്കെ ആംബ്യൂട്ട് ചെയ്തപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് ആ കാല് കുറേ നാൾ അവിടെ ഉള്ളതുപോലെ തോന്നും. കൈ മുറിച്ചു മാറ്റപ്പെട്ടാൽ കൈ കുറേ നാൾ അവിടെ ഉള്ളതുപോലെ തോന്നും. 2 കാലും 2 കൈയൊക്കെ നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയും, എത്രമാത്രം വലുതായിരുന്നു എൻ്റെ 2 കാലുകൾ, എത്രമാത്രം വലുതായിരുന്നു എൻ്റെ 2 കൈകൾ. മുന്നിൽ ഇരുട്ട് മാത്രമുള്ള അന്ധതയിലേക്ക് നാം വലിച്ചെറിയുമ്പോൾ, നമ്മുടെ സ്വന്തം മക്കളെ ഒന്ന് കാണാൻ കഴിയാതിരിക്കുമ്പോൾ, ഉമ്മാനെ കാണാൻ കഴിയാതെ, ഉപ്പാനെ കാണാൻ കഴിയാതെ, കേവലം ശബ്ദവീചികളുടെ ലോകത്ത് മാത്രം നാം ജീവിക്കേണ്ട ഒരു അവസ്ഥയെത്തുമ്പോൾ അവിടെ നാം തിരിച്ചറിയും, റബ്ബേ, നീ തന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതായിരുന്നു. അതാ സ്വന്തം കുഞ്ഞിന്റെ ഉപ്പാന്നുള്ള വിളി, ഉമ്മാന്നുള്ള വിളി കേൾക്കാൻ കഴിയാത്ത വിധം 2 ചെവിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ ശബ്ദവീചികളുടെ ലോകം എത്രമാത്രം വലിയ അനുഗ്രഹമായിരുന്നു എന്ന് നാം അപ്പോൾ തിരിച്ചറിയും. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മൂത്രക്കല്ല് കൊണ്ട് വേദന സഹിച്ചിട്ട് മൂത്രം ഒരു തുള്ളി പുറത്തു പോകാതെ വേദന കൊണ്ട് പിടയുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയും, എത്രമാത്രം വലുതായിരുന്നു അള്ളാഹു എനിക്ക് നൽകിയ മലമൂത്ര വിസർജനത്തിന്റെ സിസ്റ്റം എന്ന് ആ സമയത്ത് നാം തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം നമ്മുടെ കണ്ണിന്, നമ്മുടെ കാതിന്, നമ്മുടെ നാവിന്, നമ്മുടെ കൈയിന്, നമ്മുടെ കാലിന്, നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ കിഡ്നിക്ക്, നമ്മുടെ ആമാശയങ്ങൾക്ക്
ഇതിനെല്ലാം പ്രവർത്തിക്കാനുള്ള വ്യത്യസ്തമായ സ്രോതസ്സുകളായി വീതിച്ചു നൽകുന്ന പണി മുഴുവൻ അള്ളാഹുവാണ് അതിൽ സംവിധാനിച്ചു വെച്ചത്. ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കോട്ടം സംഭവിക്കുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ 4 മണിക്കൂറും 6 മണിക്കൂറും ഡയാലിസിസ് സെന്ററുകളിൽ ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് വേദന സഹിച്ച് മനപ്രയാസം സഹിച്ചിരിക്കുമ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാകും, റബ്ബേ, 2 കാലിൽ നിവർന്നു നിൽക്കുന്ന സമയത്ത് എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതായിരുന്നു, എത്രമാത്രം മഹത്തരമായിരുന്നു. രോഗം വരുന്ന സമയത്താണ് പലപ്പോഴും അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിന്റെ 4ാമത്തെ അനുഗ്രഹം അതാണ്. രോഗം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയും. 5ാമത്തെ ഗുണം, നമ്മുടെ ആത്മവിചിന്തനത്തിന് തയ്യാറാകും. ആരോഗ്യവും ആവശ്യത്തിന് പണവും എല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ധിക്കാരിയാവും, അഹങ്കാരിയാവും. ഞാൻ എന്തിനും പോന്നവനാണെന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവും. തല ചുറ്റി വീണ് ഷുഗർ കൂടുതലാണ്, ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല, ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് ആ ഡോക്ടർമാരും ആളുകളും അവനോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവനറിയാ എനിക്കും രോഗങ്ങൾ വരും, എനിക്കും അസുഖങ്ങൾ വരും, ഞാൻ അതിൽ നിന്ന് മുക്തനല്ല എന്ന തിരിച്ചറിവ്. മാത്രമല്ല അതോടൊപ്പം ക്ഷമയും പഠിക്കും. ക്ഷമ എന്നത് വലിയ കാര്യമാണ്. ഉർവ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കാലിനൊരു വ്രണം ബാധിച്ചു. ആ വ്രണം ബാധിച്ച സമയത്ത് ആ വ്രണം ഇങ്ങനെ കീറി പഴുത്ത് അവസാനം ആ കാല് മുറിച്ചലേണ്ടി വന്നു. കാല് മുറിച്ച് കളഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന അതേ ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ വാർപ്പ് പൊളിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനും മരിച്ചുപോയി. ആ ദുരന്തങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? അൽഹംദുലില്ലാ, അല്ലാഹുവേ, എനിക്ക് നീ 3 മക്കളെ തന്നു, 4 മക്കളെ തന്നു, അതിലൊരാളെ മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ. അൽഹംദുലില്ലാ, അല്ലാഹുവേ, എനിക്ക് നീ 2 കാലുകൾ തന്നു, അതിലൊരു കാല് മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. യഥാർത്ഥമായ ക്ഷമ നാം പഠിക്കുക നമുക്ക് രോഗം വരുമ്പോഴാണ്, അസുഖം വരുമ്പോഴാണ്. ഈ 5 അനുഗ്രഹങ്ങൾ രോഗം മൂലം ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന് ഉണ്ടാകുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ രോഗം വന്നാലുണ്ട്. പാപം പൊറുക്കപ്പെടും, നരകമോചനം നൽകപ്പെടും, സ്വർഗപ്രവേശനം നൽകപ്പെടും, അള്ളാഹുവുമായി അടുക്കും, എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ രോഗം വരാൻ നമ്മൾ ആഗ്രഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. രോഗം വരാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ പാവങ്ങളൊക്കെ പുറത്ത് കിട്ടട്ടെ, ഞാൻ സ്വർഗത്തിലാവട്ടെ, എനിക്ക് വലിയ ദറജ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരു അസുഖം വന്നു, ഒരു സഹാബിക്കൊരു അസുഖം വന്നു. അസുഖം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ, ആ നാട്ടിൽ ആർക്കും ഇല്ലാത്ത അത്രയും കൊടുമ്പിരി കൊള്ളുന്ന അസുഖം. അദ്ദേഹത്തിന് ആ മൊത്തത്തിൽ ക്ഷീണിച്ചു പോയി, കണ്ണുകൾ കുഴിഞ്ഞു പോയി, ശരീരത്തിൻ്റെ എല്ലുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. വേദന കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഞെരങ്ങാണ്, ഭയങ്കര പ്രയാസം. ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ഒരു രോഗം അനുഭവിച്ചിട്ടില്ല, നേരിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ദുആ നടത്തിയിരുന്നോ? എന്തെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചിരുന്നോ? എന്തെങ്കിലും കാര്യം സാധാരണ നിങ്ങൾ ചോദിക്കാത്ത പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ചോദിച്ചിരുന്നു. എന്താണ് ആ കാര്യം? അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, റസൂലേ, ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും ശിക്ഷ പരലോകത്ത് കിട്ടാനുണ്ടെങ്കിൽ, പരലോകത്ത് ഏതെങ്കിലും ഒരു ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ അത് പരലോകത്ത് തരാതെ ഈ ദുനിയാവിൽ തന്നെ ആ ശിക്ഷ എനിക്ക് തന്നു തീർക്കണമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണത് ചെയ്തത്? നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. എന്തായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? അല്ലാഹുമ്മ ആഫിനി, അല്ലാഹു എനിക്ക് മാപ്പ് തരണേ,
എൻ്റെ പാപങ്ങൾ, പരലോകത്ത് എന്തെങ്കിലും ഒരു ശിക്ഷ നീ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ, എനിക്ക് വിട്ടുവീഴ്ച നൽകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഈ ദുനിയാവിലും നന്മ തരണേ റബ്ബേ, നാളെ ആഖിറത്തിലും എനിക്ക് നന്മ തരണേ റബ്ബേ എന്ന് മാത്രമേ ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇനി രോഗം വന്നാൽ അത് അല്ലാഹുവിൻ്റെ ഖദറാണ്. അവിടെയാണ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം നമ്മൾ കാത്തിരിക്കുന്നത്. ഒരിക്കലും രോഗത്തിന് വേണ്ടിയോ പ്രയാസത്തിന് വേണ്ടിയോ ദാരിദ്ര്യത്തിന് വേണ്ടിയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. സമ്പന്നതയ്ക്ക് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും മാത്രമേ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് അള്ളാഹു പരീക്ഷണമായി നൽകുന്നതാണ്. അവിടെ സുന്ദരമായി ക്ഷമിക്കുക എന്നതാണ്. ഇനി ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമികമായി എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത്? ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, സൂറത്തുൽ ഫലഖുൻ നാസൊക്കെ ഓതിക്കൊടുക്കുക രോഗികൾക്ക്. റസൂലിൻ്റെ ചര്യയിലുള്ളതാണത്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിക്കൊടുക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല മരുന്നുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഷിഫ ഉള്ളത് തേനിലാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് വലിയ ഷിഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു ഉപദേശമാണ് തദാവൗ, നിങ്ങൾ എന്ത് ചെയ്യുക? ചികിത്സ തേടുക. ആ നാട്ടിൽ ഏറ്റവും പ്രബലമായ ഏറ്റവും വസ്തുനിഷ്ഠമായി തെളിഞ്ഞിട്ടുള്ള ചികിത്സ തേടുക. ഇതാണ് ഒരു മുസ്ലിമിന് ചെയ്യാനുള്ളത്. ചികിത്സയിലും പൂർണ്ണമായി അവലംബിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വിശ്വാസത്തിലും പൂർണ്ണമായി അവലംബിക്കുകയില്ല. രണ്ടും വേണം, രണ്ടും ചെയ്യേണ്ടതുണ്ട്. അതാണ് രോഗം വന്നാൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാളോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നാളെ മാശറയിൽ ഒരാളെ വിചാരണ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗിയോട് ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ്, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിക്കാൻ വന്നില്ല? ഈ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കും, രാജാതിരാജനായ റബ്ബേ, നീ എങ്ങനെ രോഗിയാവാൻ? നിനക്ക് രോഗം വരികയോ നീ രോഗിയായി കിടക്കുകയോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നാൽ ഇന്ന മനുഷ്യൻ രോഗിയായി കിടന്നിരുന്നു, അവനെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു, ഇന്ന് നിനക്ക് പാപങ്ങൾ പുറത്തു കിട്ടുമായിരുന്നു, സ്വർഗത്തിൽ ഉന്നതമായ ദറജ നിനക്ക് ലഭിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കൽ പ്രബലമായ സുന്നത്താണ്. അവന് സമാധാനത്തിന്റെ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും, ഒരു പ്രശ്നവുമില്ല എന്ന സമാധാനത്തിന്റെ വാക്കുകൾ അവനോട് പറയൽ വലിയ പ്രബലമായ സുന്നത്താണ്, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ രോഗികളെ സമാധാനിപ്പിക്കലും പരിചരിക്കലും പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. ഒരു രോഗിക്ക് നാം താങ്ങും തണലുമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു ദുരന്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടുകൂടി തട്ടിക്കളയും, അതോടുകൂടി മാറ്റിക്കളയും. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള വഖത്തിലും നടന്നുപോയി നിന്ന് നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ രോഗം ബാധിച്ച് എല്ലാവർക്കും ഭാരമായി ശല്യമാകുന്ന രീതിയിൽ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. നാദാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ മാത്രം ആരാധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിൻ്റെ കലിമത്തിൻ്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.